ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ ഈ വർഷത്തിലെ രണ്ടാമത്തെ റീ റിലീസ് ചിത്രമാണല്ലോ വെള്ളിയേട്ടൻ. 2000 തിയേറ്ററുകളിലേക്ക് എത്തിയ അന്ന് തിയേറ്ററുകളിൽ വിജയിച്ച ഷാജി കൈലാസ് സിനിമ ഇപ്പോഴത്തെ 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തപ്പോൾ 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പിന് എങ്ങും മികച്ച അഭിപ്രായങ്ങളാണല്ലോ ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷ ലെവലിലേക്ക് പോലും സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ കളക്ഷൻ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതേസമയം ഒരു മമ്മൂട്ടി സിനിമയുടെ റീ റിലീസ് കളക്ഷൻ എന്ന നിലയിൽ വേറെ ലെവൽ എന്ന് നിസ്സംശയം പറയാം. വെറും 23 ലക്ഷം രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ വെള്ളിയേട്ടൻ എന്ന സിനിമ റീ റിലീസ് ചെയ്തപ്പോൾ ആദ്യ ദിവസം 23 ലക്ഷം കേരളത്തിൽ ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. 10 ലക്ഷത്തിൽ താഴെയായിരിക്കും സിനിമയുടെ കേരള ഷെയർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ തുടക്കം അത്ര മികച്ചതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ ഇതുവരെ റീ റിലീസ് ചെയ്ത സിനിമകളിൽ 4ാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ സ്ഥാനം. ആദ്യ 3 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ആകെ 6 സിനിമകളെ റീ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിൽ 4ാം സ്ഥാനം മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെ ഒരു വലിയൊരു നേട്ടമായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇതിനിടയിൽ 2ാം ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 99 രൂപ ടിക്കറ്റ് ഓഫർ എല്ലാം തന്നെ ഉണ്ടായത് കൊണ്ട് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇന്ന് 2ാം ദിവസം ശനിയാഴ്ചയായിട്ട് പോലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും 2ാം ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ എത്രയാണ് എന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.